നമ്മുടെ നാട്ടിൽ എക്സിബിഷൻ നടക്കുന്ന പോലെ തന്നെ നമ്മുടെ ഷാർജയിലെ എക്സ്പോ സെൻറ്ററിൽ 9, 10, 11 ദിവസങ്ങളിലായിട്ട് നടന്ന കമോൺ കേരളയുടെ ഒരു എക്സിബിഷൻ പരിപാടിയാണ്. അതിൻ്റെ ഫസ്റ്റ് ഡേ കുറേ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ മോനുമായിട്ട് പോയത് ഒരു കളറിങ് കോമ്പറ്റീഷന് വേണ്ടിയാണ്. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പോയി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, കാരണം ഫ്രൈഡേ ശരിക്കും വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പം ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം മോനെ ഞങ്ങൾ അകത്തേക്ക് വിട്ടു. പാരൻസ് അലൗഡ് അല്ലായിരുന്നു. അപ്പം ആൾ വളരെ ഹാപ്പി ആയിട്ട് അകത്ത് കയറിപ്പോയി. അവർക്കവിടെ ഒരു കിറ്റിനകത്ത് കുറച്ച് കളറും പിന്നെ കഴിക്കാൻ ബിസ്ക്കറ്റും ഒരു പാക്കറ്റ് ജ്യൂസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോന് നല്ല ഹാപ്പി ആയിരുന്നു. അപ്പം മോനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ കുറേ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ കുറേ ലൈറ്റും ഫ്രണ്ടിൽ തന്നെ ഒരു എന്താ പറയുന്നത്, ചാരു കസേരയൊക്കെ ഇല്ലേ, അങ്ങനത്തെ കസേരയൊക്കെ അവരവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആന ഇല്ലാത്ത പരിപാടികൾ ഇല്ലല്ലോ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നല്ല ശരിക്കും ദൂരെ നിന്ന് കണ്ടാൽ നമുക്ക് തോന്നും ശരിക്കും ഒറിജിനൽ ആണെന്ന് കേട്ടോ. അപ്പം അങ്ങനെ ആനയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ സ്റ്റാളുകൾ, ഇവിടെ നല്ല ചിപ്സും അലുവയും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല, കാരണം ഇത്രയും രാവിലെ ആയിപ്പോയതുകൊണ്ട് അവരെല്ലാം സെറ്റ് ചെയ്ത് വരുന്നതേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമുക്കിതിൽ നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അങ്ങനെ ബർദമാൻ റോസരിയുടെ അവിടെ ശരിക്കും ഒരു ബിരിയാണി കോമ്പറ്റീഷനും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി കോമ്പറ്റീഷനിൽ ആൾക്കാരുണ്ടാക്കിയ ബിരിയാണിയൊക്കെ കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടി. എന്ന് വെച്ചാൽ ചക്കക്കുരുവൊക്കെ വെച്ച് ബിരിയാണി, ക്രാബ് ബിരിയാണി, അങ്ങനെ വ്യത്യസ്തമായ പല പല ബിരിയാണികൾ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ചക്കക്കുരുവൊക്കെ വെച്ച് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എനിക്കിപ്പം പോലും ഒന്നും ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ആരാണ് വിൻ ചെയ്തതെന്നൊന്നും അറിയാൻ വേണ്ടി ഞങ്ങൾ നിന്നില്ല. മോനെ പിക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നു. ഒരു സൽമാൻ അലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ ഐഡൽ വിൻ ചെയ്ത ഒരു ഒരു കൊച്ചു പയ്യനാണ് കേട്ടോ. പക്ഷെ പരിപാടി എന്ന് വെച്ചാൽ അടിപൊളി പരിപാടിയായിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത്. ഹിന്ദി പാട്ടെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ്. അങ്ങനെ ശരിക്കും ഇതിൻ്റെ തേർഡ് ഡേ 11-ാം തീയതി ലാലേട്ടൻ വരുന്നുണ്ട്. അപ്പം അന്നത്തേക്കൊക്കെ പോവാന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷെ ഞാൻ ഒട്ടും നിരാശയല്ല, കാരണം ഞാൻ അടിച്ചു പൊളിച്ചു കേട്ടോ.